മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെയും പ്രതാപൻ്റെ അമ്മയുടെയും അഹങ്കാരത്തിനൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കരുണ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കൂടെ പോണ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇവരുടെ കൂടെ പോണേ? മോളെ സ്നേഹിക്കാത്ത അമ്മയുടെ പിറന്നാൾ കൂടാനായിട്ട് പോണേ എന്തിനാന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് അമ്മയുടെ തെറ്റിദ്ധാരണ. എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ അമ്മ കരുണയെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിക്കാൻ വേറെ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് അമ്മ കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന്. പിന്നീട് കരുണയോട് നീ റെഡിയല്ലേ എന്നാൽ പോവാമെന്നും പറഞ്ഞ് കരുണേനെ വിളിച്ച് പോയതും ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, ഇവളിങ്ങനെ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കണ്ണനിൽ മഹാലക്ഷ്മിയും ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും. എന്തായാലും അതിൻ്റെ കാരണം ഇതുവരെ കരുണ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഉണ്ണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, നേരത്തെയൊക്കെ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ലടാ പ്രതാപ. ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നില്ലേ ആ മഹാലക്ഷ്മി, അവൾക്കിപ്പോൾ എന്ത് വലിയ ലോട്ടറി അടിച്ചേക്കണത്, 1 കോടിയോ 2 കോടിയോ ഒന്നും അല്ല. കണ്ണന് അത്രമാത്രം സ്വത്തില്ലേ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, കണ്ണനൊരു 10-400 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാവും അമ്മേന്ന്. ആ സ്വത്തെല്ലാം ഇനി മഹാലക്ഷ്മിക്കല്ലേ. അതുമാത്രമാണോ? ഇപ്പോൾ കണ്ണനാണെങ്കിൽ നടന്നും തുടങ്ങി. ഇതെങ്ങാനും നമ്മളുടെ കുഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വല്ല കെട്ടി തൂങ്ങി ചാവുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് നേരെ. എന്തായാലും നമ്മളുടെ കുഞ്ഞത് അറിയാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മളോടുള്ള ദേഷ്യത്തിന് ആ കണ്ണനെങ്ങാനും കരുണമോളുടെ മുന്നിൽ കൂടെ എഴുന്നേറ്റ് നടക്കുമോയെന്ന് അറിയില്ല എന്ന്. ഇപ്പം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോടെ പ്രതാപ. എന്തായാലും ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് അവളെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കരുണമോളെ അവൻ കൊല്ലൂന്ന്. അവനക്കിപ്പോൾ അതിനുള്ള തൻ്റെയോടൊക്കെ ഉണ്ട് അമ്മേ. അന്ന് തന്നെ എന്നെ അവൻ എന്തോരം ഉപദ്രവിച്ചു. എനിക്കിപ്പോൾ തന്നെ അനങ്ങാൻ പറ്റണില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, തൽക്കാലം നീ ഒന്നിനും പോകണ്ടടാ. നീ ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ നാശമായിട്ട് വരുമെന്ന്. ആ സമയത്ത് കണ്ണൻ്റെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടതും ഞാൻ പറഞ്ഞത് സത്യമാടാ. എന്ത് സത്യമാണെന്ന് അമ്മ പറയണേന്ന് ചോദിക്കുമ്പം ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു എന്ന്. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മയും മുൻവശത്തേക്ക് വരുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതേസമയം സുമേഷ് ഏട്ടനാണെങ്കിൽ വീൽ ചെയർ എടുത്തുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ഈ പ്രതാപൻ്റെ അമ്മയോ പ്രതാപനോട് പറയുന്നുണ്ട്, ഇവൻ എന്തിനാടാ ഇനിയും വീൽ ചെയറിൽ നടക്കണേ? അവൻ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതെല്ലാം അവൻ്റെ നാടകം അല്ലേന്ന്. അങ്ങനെ ഇവർ നോക്കി നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ വീൽ ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇതേസമയം ബാക്കിലെ ഡോറ് തുറന്നിട്ട് കരുണ ഇറങ്ങി വന്നെ കണ്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ദേടാ പ്രതാപ, നമ്മളുടെ കുഞ്ഞുണ്ട് കൂടെ. അതുകൊണ്ടായിരിക്കും അവൻ വീൽ ചെയറിൽ നടക്കണം. അത് ഏതായാലും നന്നായി. ഇനി കരുണമോൾ അവൻ നടക്കുന്നതും കൂടി കണ്ടു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അകത്തേക്ക് കയറി വന്നിട്ട് പ്രതാപനെ കണ്ടതും എന്തൊക്കെയുണ്ട് പ്രതാപ വിശേഷം എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം ആ സുഖമെന്ന് പറയണു. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കരുണ വന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛൻ എന്തൊക്കെയോ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ വിചാരിച്ച അച്ഛൻ ഇതിനകം എന്തെങ്കിലും ചെയ്യൂന്നാന്ന് പറയുമ്പം മോളെ ഞാൻ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയണം. ആ സമയത്ത് ഈ കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്ത് ചെയ്തു എന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ അതുണ്ടല്ലോ മോളെ, ഈ പ്രതാപനാണെങ്കിൽ അവളെ കൊല്ലാനായിട്ട് കടാര ഊരിയതാ. ആ സമയത്ത് അവൻ ചാടി വീണ് രക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞതും ഈ പ്രതാപനാണെങ്കിൽ അമ്മയുടെ നേരെ നോക്കുമ്പം വേഗം തന്നെ അമ്മ പറയുന്നുണ്ട്, അവനില്ലേ ആ ഡ്രൈവർ, അവൻ വേഗം തന്നെ ചാടി വീണ് ഇവനെ ചവിട്ടി വീഴ്ത്തി രക്ഷിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ മോളെ, അത് മാത്രമല്ല ആ കണ്ണനുണ്ടല്ലോ, അവൻ്റെ വീൽ ചെയർ പ്രതാപൻ്റെ മേത്തേക്ക് ഓടിച്ച് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ച് പ്രതാപന് ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, വീൽ ചെയർ ശരീരത്തിൽ കൂടെ കയറിയിട്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ വേദന മാറിയിട്ടില്ല മോളെ. അന്നേരം കരുണ പറയുന്നുണ്ട്, അപ്പം ഇനി ഒന്നും നടക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട മോളെ, അല്ലെങ്കിൽ തന്നെ അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയേക്കുക. ഇനി അവരുടെ നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോളെ കൊന്നു കളയുമെന്ന് അവർ പറഞ്ഞേക്കണം. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് കരുണ അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണ്. മോഹിനിയാണെങ്കിൽ പുതിയ സാരിയും നിറച്ച ആഭരണങ്ങളൊക്കെ ഇട്ട് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുമ്പോൾ മഹാലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, ഈ സാരിയും ആഭരണങ്ങളും അമ്മയ്ക്ക് നല്ലവണ്ണം ചേരുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഒന്നും കൂടി സുന്ദരിയായി. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. എന്തായാലും ഇന്നിപ്പോൾ കേക്ക് മുറിയൊന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമ്മയും മോനും കൂടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, തൽക്കാലം ഇനി അവരൊന്നും പ്ലാൻ ചെയ്യില്ല. അതിനുള്ളതൊക്കെ കണ്ണേട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കരുണ അനുഭവിക്കാൻ പോകണമെന്ന് അവർക്കറിയാമെന്ന്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല, മിണ്ടാതിരിക്കുന്ന അമ്മയും മകനെയും സൂക്ഷിക്കണം. അതുപോലെ തന്നെ കരുണയുടെ സ്വഭാവത്തിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്തായാലും
കരുണേനെയും കൊണ്ട് നിങ്ങളിപ്പോൾ വീട്ടുജോലിയൊക്കെ ചെയ്യിക്കുന്നുണ്ടല്ലോ, അത് നിർത്തുമൊന്നും വേണ്ട, അത് കുറച്ചും കൂടി നാൾ മുന്നോട്ട് പോട്ടെ. അവൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അറിയണം, നല്ലതാണ്. ഇത്രയും നാളും അവൾ സുഖമായിട്ടല്ലേ ജീവിച്ചിരുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ ഒന്നും കൂടി ഒരുങ്ങണം അമ്മയെന്ന് പറയുമ്പോൾ, എന്തിനാ മോളെ, എന്നെ കല്യാണം കഴിക്കാൻ പോകുമൊന്നുമല്ലല്ലോ എന്ന് പറയുമ്പോൾ, അമ്മ ഇതിലും സുന്ദരിയായിട്ട് വേണം കണ്ണേട്ടൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ. കണ്ണേട്ടൻ വാങ്ങി തന്ന സാരിയും സാധനങ്ങളും അല്ലേ, അതിട്ട് സുന്ദരിയായി ചെല്ലുമ്പോഴേ കണ്ണേട്ടന് സന്തോഷമാവുള്ളൂ എന്ന്. അങ്ങനെ മഹാലക്ഷ്മിയും മോഹിനിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും കേക്ക് മുറിക്കാമെന്ന്. അങ്ങനെ അന്നേരം അങ്ങോട്ടേക്ക് കരുണയും പ്രതാപൻ്റെ അമ്മയും കൂടി വരുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ 2 മക്കളും കൂടി ചേർന്ന് വേണം ഇന്ന് കേക്ക് മുറിക്കാനെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് വേണ്ട കണ്ണേട്ട, അമ്മയുടെ പിറന്നാളല്ലേ, അമ്മ തന്നെ മുറിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇല്ല കണ്ണൻ പറഞ്ഞതാ ശരി, ഞാനും എൻ്റെ 2 മക്കളും ചേർന്ന് നിന്ന് വേണം മുറിക്കാൻ. എന്തായാലും കരുണമോളെ വാന്നും പറഞ്ഞുകൊണ്ട് കരുണേനെ വിളിക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടണില്ലെങ്കിലും കരുണ മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മോഹിനി 2 മക്കളുടെയും കൈ പിടിച്ച് കേക്ക് മുറിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, കണ്ടില്ല അമ്മേ, വീൽ ചെയറിലിരിക്കണ അവൻ ഇപ്പോഴും അഭിനയിക്കുക, നടക്കാൻ പറ്റുന്നവൻ ഇങ്ങനെ അഭിനയിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മനസ്സിൽ പോലും അങ്ങനെ പറയില്ലേടാ പ്രതാപ, നമ്മുടെ മോളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവൾ കെട്ടി തൂങ്ങി ചാവുന്നു. പിന്നീട് മോഹിനി മഹാലക്ഷ്മിക്കും കരുണയ്ക്കും കണ്ണനും എല്ലാവർക്കും കേക്ക് കൊടുത്തു കഴിഞ്ഞതും കണ്ണൻ പ്രതാപനോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 പേരും എന്താ അങ്ങോട്ട് മാറി നിൽക്കണേ, ഇങ്ങോട്ട് വാ, ഇതിൽ പങ്കെടുക്കാൻ പറയുമ്പം അവരാണെങ്കിൽ അങ്ങോട്ട് വന്നൊന്നുമില്ല. എന്നിട്ട് മോഹിനി തന്നെ പ്രതാപൻ്റെ അമ്മയ്ക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് സുമേഷിനും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ മോഹിനിനെ പരിഹസിച്ച് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് നീ ഇനി ഒരുപാട് ഒരുങ്ങിക്കെട്ടി നടക്കുകയൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അമ്മേ, അമ്മ നല്ലോണം ഒരുങ്ങി നല്ല സുന്ദരിയായി തന്നെ നടന്നോ, അമ്മയ്ക്ക് അധികം പ്രായമൊന്നും തോന്നൂല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മേനെ കണ്ട ഒരു 35 വയസ്സേ തോന്നുള്ളൂ, അതും ഇയാളെ വിവാഹം കഴിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര പോലും പ്രായം തോന്നൂല, മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും പ്രായം തോന്നണേന്ന്. അത് കേട്ടിട്ട് മോഹിനി മഹാലക്ഷ്മിയും സന്തോഷത്തോടുകൂടി ചിരിക്കുന്നുണ്ടെങ്കിലും കരുണയുടെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യമാണ്. അത് സമയത്ത് പ്രതാപൻ്റെ അമ്മ വിഷയം മാറ്റാനായിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, എന്തായാലും കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നീ പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതെല്ലാവർക്കും എടുത്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, വരട്ടെ പാൽപ്പായസം വിളമ്പാൻ, എന്തായാലും പാൽപ്പായസം അമ്മയായിരിക്കും ഉണ്ടാക്കി വെച്ചത്, പക്ഷേ അതിൽ കൊലയാളി മനസ്സുള്ളവർ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പായസം വിളമ്പുമ്പോൾ ആദ്യം ഇയാൾക്കും ഇയാളുടെ അമ്മയ്ക്കും കൊടുത്തിട്ട് ഞങ്ങൾക്ക് വിളമ്പിയാൽ മതി. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, അതിനെന്താ, ഞങ്ങൾ ആദ്യം കുടിച്ചോളാന്ന്. പിന്നീട് അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കേക്ക് മുറിക്കുന്ന രംഗമൊക്കെ കണ്ടതും ഞങ്ങൾക്ക് പാൽപ്പായസവും നെയ്പായസവും ഒക്കെ കുടിച്ച സന്തോഷമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, അച്ഛനും മുത്തശ്ശിയും ഇപ്പം ഞാൻ അവർ കീ കൊടുക്കുമ്പോൾ തുള്ളണ പാവ പോലെ, ഇപ്പം തന്നെ ഞാൻ അവരുടെ കൂടെ വന്നത് അവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്, ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, ഞങ്ങൾ പലതും ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നില്ല, ആ സമയത്ത് കണ്ണേട്ടനെയും കൂടെ കൊന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ പെണ്ണ് കാണാൻ വന്ന സമയത്ത് കണ്ണേട്ടൻ കൂടെ ഉണ്ടാവില്ലായിരുന്നു, അപ്പോൾ ഉണ്ണിയേട്ടനായിരിക്കും കമലേശ്വരത്തെ രാജാവ്. അങ്ങനെ ഞാനും ഉണ്ണിയേട്ടനും അവിടെ രാജാവിനെ കൂട്ടും രാജ്ഞിയെ കൂട്ടും ജീവിച്ചേനായിരുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോഴും മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ, എന്തായാലും ആ കണ്ണനൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോണില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ള ഒരു സന്തോഷം, എന്തായാലും ഇനി അവളെ കളിയാക്കാനൊന്നും പറ്റില്ല, പക്ഷെ അവൾ വീൽ ചെയർ ഉന്തി പോണ കാണുമ്പം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ടെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും പരസ്പരം നോക്കുന്നുണ്ട്. അത് ശരിയാ മോള് പറഞ്ഞത്, എന്തായാലും മോൾക്ക് ആ ഒരു സന്തോഷമെങ്കിലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ കണ്ണൻ എന്തായാലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊന്നും പോണില്ല. അച്ഛൻ പറഞ്ഞത് നേരെ, ആദ്യമൊക്കെ അയാൾ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകാറുണ്ടായിരുന്നു, ഇപ്പോൾ അയാൾ പോണേയും കാണുന്നില്ല. നേരത്തെ അയാളുടെ പാദം ചെറുതായിട്ട് ചലിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം അങ്ങനെ ചലിക്കണതായിട്ട് എനിക്ക് തോന്നാറില്ല. എന്തായാലും അയാളുടെ കാലിൻ്റെ പാദത്തിൻ്റെ ചലനമൊക്കെ നിന്നു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അയാളെങ്ങാനും നടന്നിരുന്നെങ്കിൽ തന്നെ ആ മഹാലക്ഷ്മി നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാളെ നമ്മുടെ മുന്നിൽ കൂടെ നടത്തിയായിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കരുണേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, അവൻ ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പോണില്ല, അത് അച്ഛൻ്റെ വാക്ക് ഒരിക്കലും പഴിക്കില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇത് മാത്രമേ പഴിക്കുള്ളൂ, ഇവൻ പറയണത് ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് കരുണ പറയുന്നുണ്ട്,
ഇനി അവളുടെ കുഞ്ഞ് അയാളുടെ തന്നെ ആയിരിക്കും മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം എവിടെ അവൻ്റെ ഒന്നും അല്ല, അത് മിക്കവാറും ആനന്ദുവിൻ്റെ കുഞ്ഞായിരിക്കും. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ആരുടെ കുഞ്ഞാന്ന്, അല്ലാതെ കണ്ണന് കുഞ്ഞൊന്നും ഉണ്ടാവില്ല. പിന്നെ ആനന്ദുവിൻ്റെ കുഞ്ഞായതുകൊണ്ട് ആനന്ദും ലേഹയും ഇവളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതെനിക്കും തോന്നി മുത്തശ്ശി, എന്തായാലും അയാൾ എഴുന്നേറ്റ് നടക്കാത്ത സ്ഥിതിക്ക് അയാൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അയാളെങ്ങാനും എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ കെട്ടിത്തൂങ്ങി ചാവണയാണ് നല്ലതെന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടുകൂടി അങ്ങോട്ട് മാറിപ്പോണ സമയത്ത് കരുണ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ അതല്ല മോളെ, ഞാൻ മോള് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു. ആ സമയത്ത് അത് കേട്ടിട്ട് കരുണയാണെങ്കിൽ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ കരുണ അറിയണില്ല കണ്ണനെ എഴുന്നേറ്റ് നടന്നു എന്നുള്ള സത്യം. പക്ഷേ ഒരിക്കൽ കരുണ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പം അന്ന് കരുണ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.